നമസ്കാരം. ജയ് ശ്രീരാം. സമുദായത്തിൻ്റെ പേരിൽ വോട്ടുകൾ അടിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ അതേ സമുദായത്തിലെ ആളുകളെ, വോട്ട് നൽകിയ ആളുകളെ കഴുതകളാക്കി മാറ്റി RSSന് വിടുപണി ചെയ്യുകയാണ് ലീഗുകാർ. ഇക്കാര്യം ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിന് ലോഡ് കണക്കിന് അസഭ്യം കൊണ്ട് എൻ്റെ മേലെ അതിവൃഷ്ടി നടത്താൻ ആഗ്രഹിച്ച് അതിന് ശ്രമിച്ച യൂത്തന്മാർ ഇപ്പോൾ കോഴിക്കോടങ്ങാടിയിൽ തലയുയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. PM ശ്രീയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളാണ് വന്നത്, ഇല്ലാത്ത ആക്ഷേപങ്ങൾ. ഈ ഹിന്ദുസ്ഥാനത്തിൽ, ഹിന്ദുക്കളുടെ ഈ ഭൂമിയിൽ ഹൈന്ദവ തത്വശാസ്ത്രങ്ങളല്ലാതെ വേറെന്താ പഠിപ്പിക്കുക? ഇനിയും അവരെ ടിപ്പു സുൽത്താനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കില്ല. അവരെ ചെവിട്ടിൽ ടിപ്പു ചെകുത്താനെ കയറുള്ളൂ. അത്രയും അമ്പലങ്ങൾ തകർത്തവനാണ് അവൻ. അതുപോലെ വിജയനഗര സാമ്രാജ്യം 6 മാസമാണ് നിന്ന് കത്തിയത്. എന്താണ് കാരണം? കൃഷ്ണദേവരായിരുന്ന ഹിന്ദു രാജാവ് അദ്ദേഹം ആ രാജ്യത്തെ സ്വർഗസമാനമാക്കി മാറ്റിയതിൽ അസൂയ പൂണ്ടുകൊണ്ട് ഭാമിനി ചെകുത്താന്മാർ, അവർ നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണ്, നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഭാമിനി സുൽത്താന്മാർ. ആ വക തരികിടകൾ ഇനി ചെലവാവില്ല കേരളത്തിൽ. PM ശ്രീയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഇങ്ങനെ തള്ളിവിടുകയാണ് സൈബർ പോരാളികൾ. അതൊരു ബ്രാഹ്മണിക്കൽ വിദ്യാഭ്യാസ നയമാണ്, ചാതുർവർണ്ണ വിദ്യാഭ്യാസ നയമാണ്, കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയമാണ്. പാഠപുസ്തകങ്ങൾ മുഴുവൻ കാവ്യാകും. ഗാന്ധിയെ മാറ്റി ഗോഡ്സെയെ പ്രതിഷ്ഠിക്കും. മുഗളന്മാർ ചരിത്രത്തിൽ നിന്ന് തൂത്ത് കളയപ്പെടും. അടുത്ത ജനറേഷനെ കാവ്യയിൽ മുക്കും. ഇത് ആക്ഷേപിക്കാൻ എന്തുണ്ട്? മുമ്പ് പറഞ്ഞ പോലെ ഇത് ഹിന്ദുക്കളുടെ ഭൂമിയല്ലേ. ബ്രാഹ്മണിക്കൽ വിദ്യാഭ്യാസ നയം തന്നെയാണ് വേണ്ടത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൽ മുന്തിയവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിന് കഴിയാത്ത ആൾക്കാരുണ്ട്. ബാഹുബലം കൊണ്ട് രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ളവർ, അവർ ക്ഷത്രിയന്മാർ. കൃഷി ഗൗരക്ഷ്യ വാണിജ്യം, കൃഷി നടത്തുന്നു, വാണിജ്യം നടത്തുന്നു, വേണം. അപ്പം അവർ വൈശ്യന്മാർ, ഇവരെല്ലാവർക്കും സേവ ചെയ്യാൻ മാത്രം കഴിവുള്ള ആൾക്കാരുണ്ട്. 5ാം ക്ലാസ് പഠിപ്പുള്ള ആളെ കളക്ടറാക്കാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ അവർ രാജ്യത്തിൽ നിന്ന് അവരെ കുഴിച്ചുമൂടാൻ പറ്റുമോ? അപ്പോൾ അവർ സേവന സന്നദ്ധരാണ്. ആ സമ്പ്രദായം തന്നെ അവിടെ വരേണ്ടത്. ചാതുർവർണ്ണ സമ്പ്രദായം തന്നെ അവിടെ വരേണ്ടത്. കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയം ഗീത പഠിപ്പിക്കുന്നു അത്രയും. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ, ഇത് പാടുന്നു അത്ര. ഇതെന്താ അറബി രാജ്യമാണോ? ഇത് ഹിന്ദു രാജ്യമല്ലേ? അവിടെ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടത്? പാഠപുസ്തകം കയ്യിലെടുക്കുന്നതിന് മുമ്പ് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി, അത് തന്നെയാണ് ചെല്ലേണ്ടത്. സ്കൂളിൽ ഗീതയാണ് പഠിപ്പിക്കേണ്ടത്, ബൈബിളും ഖുറാനും അല്ല പഠിപ്പിക്കേണ്ടത്. അത് വീട്ടിൽ പഠിപ്പിക്കണം. ഇത് ഭാരതമാണ്. ആയതുകൊണ്ടാണ് നമ്മളുടെ സഖാവ് EK നായനാർ മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ എന്താ കൊണ്ടുപോയത്? ബൈബിളല്ല കൊണ്ടുപോയത്, അദ്ദേഹം ഗീതയാണ് കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട മാർ പൗലോസ്, അദ്ദേഹം ബിഷപ്പാണ്, തൃശ്ശൂരുണ്ടായിരുന്ന ബിഷപ്പാണ്. കാൽഡിയൻ സിറിയൻ്റെ ആ വകുപ്പിൻ്റെ ആ ഭാഗത്ത് അദ്ദേഹം ജർമ്മനിയിൽ പോയ സമയത്ത് അങ്ങനെ എന്താ പറഞ്ഞാൽ അറിയാമോ? ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ, ഐ എം എ ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കാനാണ് പോയത്, അല്ലാണ്ട് അവിടെ ക്രൈസ്തവ സംസ്കാരം പഠിപ്പിക്കാനല്ല പോയത്. പക്ഷെ അതേ സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ മാത്രമാണ് നിലവിളക്ക് കണ്ടാലും, അതുപോലെ ഓണം വന്നാലും, വിഷു വന്നാലും, തിരുവാതിര വന്നാലും അവർ കാർക്കിച്ച് തുപ്പുന്ന ഹിന്ദുക്കളുടെ മുഖത്താണ്. അതിൽ വല്ല സംശയമുണ്ടോ? എത്ര കാലം പറ്റും? ഭരിക്കുന്നത് BJP ആണ്. അവർക്ക് ഹിന്ദുത്വ മതം പറയാനുള്ള അവകാശമുണ്ട്.
മറ്റെല്ലായിടത്തും അങ്ങനെയാണല്ലോ, നടക്കുന്ന അങ്ങനെയാണല്ലോ. കാലങ്ങളിലൂടെ ഇവിടുത്തെ ഹൈന്ദവരുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയ കുറേ കറകൾ, അവരുടെ മനസ്സിൽ എത്രയോ വലിയ സഹിഷ്ണുക്കളാണ് അവരുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയ അസഹിഷ്ണുത. അതിൻ്റെ വക്താക്കളാണ് സംഘപരിവാർ BJPക്കാർ. ആയതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസ നയം അത് ഒരു പൊതുവിദ്യാഭ്യാസ നയമല്ല. ഇവിടെ ഉത്തരേന്ത്യയിൽ, ഉത്തരാഖണ്ഡിൽ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉത്തരാഖണ്ഡിൽ ചെന്നിട്ട് സ്കൂളിൽ പോയിട്ട് പറയണം PM ശ്രീ നടപ്പാക്കണം. എന്താ PM ശ്രീ? ഗീത പഠിപ്പിക്കണം. ഇവിടെ എന്നേ പഠിപ്പിക്കാൻ തുടങ്ങി? സ്കൂളിന് മുമ്പിലുള്ള സരസ്വതിയുടെ പ്രതിമയിൽ മാലയിട്ടിട്ട് വേണം തുടങ്ങാൻ. എപ്പോഴേ തുടങ്ങി? സരസ്വതി നമസ്തുഭ്യം, സരസ്വതിയെ വന്ദിച്ചുകൊണ്ട് വേണം ക്ലാസ്. അതെന്നേ തുടങ്ങി? ആഹാരം കഴിക്കുന്നതിന് മുമ്പ് സഹനാവവതു ചരണം, അതെന്നേ തുടങ്ങി? അപ്പം അവർക്ക് PM ശ്രീ അത്ഭുതമല്ല. അതുകൊണ്ട് 20ഓളം സ്റ്റേറ്റുകൾ PM ശ്രീ ഏറ്റെടുത്തു കഴിഞ്ഞു. മുഗളന്മാർ ചരിത്രത്തിൽ നിന്ന് തൂത്തു മാറ്റപ്പെടും. ഏതാണ് ഈ മുഗളന്മാർ? ഇന്നലെ വന്നവർ, ഇന്നില്ല, അവസാനിക്കുകയും ചെയ്തു. വന്നു, കുറച്ച് കാലം ഇവിടെ കിടന്ന് വിളയാടി, അവസാനിച്ചു. അവരുടെ ചരിത്രം നമ്മളെന്തിനാണ് പഠിക്കുന്നത്? അടുത്ത ജനറേഷനെ കാവിയിൽ മുക്കും. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. തലച്ചോറെടുത്ത് അവിടെ ചാണകം നിറയ്ക്കുമത്രേ. ഇങ്ങനെ പോകുന്നു PM ശ്രീയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ. ശരി, എല്ലാം സമ്മതിച്ചു. ഈ ആക്ഷേപങ്ങൾ മുഴുവൻ ശരിയാണെന്ന് സമ്മതിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ PM ശ്രീ നോക്കൂ, സിമ്പിളായിട്ട് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചാൽ പോരെ. അവിടെയാണ് പ്രശ്നം. UDFും ലീഗും ഇവിടെ ഇരുതലമൂരികളായിട്ട് മാറുകയാണ്. പകല് പുലക്കള്ളിയെ കണ്ടാൽ എച്ചി, രാത്രിയിൽ വന്നാൽ സ്വന്തം അച്ചി. ഇതുപോലെ ഇവരുടെ സ്ഥിതി. വേണം എന്നുണ്ട്, വേണ്ട എന്നുണ്ട്. അതിൻ്റെ അർത്ഥം വേണ്ടണം. PM ശ്രീയുടെ പണം കിട്ടണം, PM ശ്രീയുടെ പദ്ധതി വേണ്ട. അതിനവർ മാപ്പിളാർ പറഞ്ഞ പോലെ ഉള്ളു പറയുന്നില്ല. നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ അതന്നെ. PM ശ്രീ വേണ്ട, ഫണ്ട് കിട്ടുന്നത്ര. ഈ തരികട കളി തുടരാൻ ലീഗ് പറയുന്ന നുണകൾ, UDF പറയുന്ന നുണകൾ, അണികളെ ബോധ്യപ്പെടുത്താൻ, അണികളെ കഴുതയാക്കാൻ നടത്തിയ നുണമാലകൾ, ഒരു നുണ രണ്ട് നുണയൊന്നുമില്ല, അതൊക്കെ കരിഞ്ഞുണങ്ങുകയാണ്. ശ്രീ അബ്ദുൾ വഹാബ് MP, ശ്രീ V ശിവദാസൻ MP, ശ്രീമതി ജബി മേത്തർ MP, ഇവരെല്ലാവരും അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ സതീശൻ മേനോൻ പറഞ്ഞ പോലെ മാർക്സ് പാർട്ടി ഒപ്പിട്ടിട്ടുണ്ട്, മാർക്സ് പാർട്ടി ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഇവരെല്ലാവരും പോയിട്ട് MP അവിടെ പോയിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ തന്നെ ഈ ചോദ്യം ചോദിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ജയന്ത് ചൗധരി അതിന് ഉത്തരം പറഞ്ഞു. ആ ഉത്തരം കിട്ടിയ സമയത്ത്, കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരിയുടെ ഉത്തരം കിട്ടിയ സമയത്ത് UDF അവരെ ലീഗിന് ചെകിടത്തടി കിട്ടിയ പോലെയായി. LDF സർക്കാർ PM ശ്രീ ഏറ്റെടുത്തിട്ടില്ല. ചോദ്യം എന്താണ്? PM ശ്രീ LDF സർക്കാർ ഏറ്റെടുത്തുവോ? ഉത്തരം എന്താ? ഇല്ല. കേന്ദ്രത്തിൻ്റെ ഉത്തരമാണ്, പത്രത്തിൽ വെറുതെ വന്നതല്ല, പാർലമെൻറ്റ് രേഖകളിലുള്ളതാണ്. PM ശ്രീയുടെ ഫണ്ട് LDF വാങ്ങിച്ചിട്ടുണ്ടോ? ജയന്ത് ചൗധരിയുടെ ഉത്തരമാണ് ഇല്ല. അവിടെയും പൊട്ടി. PM ശ്രീ വേണ്ട എന്നാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? എല്ലാ സ്റ്റേറ്റുകളും സ്വീകരിച്ചോളണം എന്നുണ്ടോ? ഇനി അവിടെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഞങ്ങൾക്ക് അന്ന് ഒപ്പിട്ടതാണ്, ഇനി വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അത്രയും കർശനമാണോ? അല്ല. എപ്പോൾ വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം, ഫണ്ട് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സതീശൻ ലീഗ് അവരുടെ 4 നുണകളാണ് ഇങ്ങനെ പൊട്ടി പാളീസായി പോയത്. പാവപ്പെട്ട അണികളെ ബോധ്യപ്പെടുത്താൻ അവർ ഉരുട്ടി കുഴച്ചെടുത്ത നുണകൾ. LDF ഫണ്ട് വാങ്ങിച്ചു, LDF PM ശ്രീയിൽ ഒപ്പിട്ടു, ഇനി ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല,
എന്നിത്യാദി നുണകൾ. ഇത്തരം നുണകളാണ് മറ്റേ ഇവർ ഇത്തരം ഈ മറ്റേ സതീശൻ വക നുണകളാണ്, അഥവാ ലീഗ് വണ നുണകളാണ് പൊട്ടിപ്പോയത്, കോൺഗ്രസിനെ ചൂറ്റിപ്പോയത്. അപ്പോൾ എന്തായി? LDF PM ശ്രീ സ്വീകരിച്ചുവോ? ഇല്ല. ഫണ്ട് വാങ്ങിയോ? ഇല്ല. നിരാകരിക്കാനാവില്ല എന്നുണ്ടോ? പറ്റും, നിരാകരിക്കാൻ പറ്റും. പാഠ്യപദ്ധതി സംസ്ഥാനത്ത് നടപ്പില്ല. ഇപ്പോൾ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. LDFകാർ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച കാരണം ഇനി PM ശ്രീന്ന് മാറാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയാമോ? PM ശ്രീയുടെ പൈസ വാങ്ങിക്കും, PM ശ്രീക്ക് ഒപ്പിട്ട് കൊടുക്കും. പാഠ്യപദ്ധതി ഞങ്ങൾ വിചാരിച്ച പോലെ കേന്ദ്രത്തിൻ്റെ PM ശ്രീ വേറെ, കേരളത്തിൻ്റെ PM ശ്രീ വേറെ. ഇതൊക്കെയാണ് അണികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാഠ്യപദ്ധതി കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച പാഠ്യപദ്ധതി എന്താണോ, ഇവിടുന്ന് കൊടുക്കുന്ന സ്കൂളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഫണ്ട് കൊടുക്കും. ആ പാഠ്യപദ്ധതിയിൽ ഒരക്ഷരം മാറ്റാനോ ഒരക്ഷരം കൂടുതൽ ചേർക്കാനോ കഴിയില്ല. അത് അവർ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പാഠ്യപദ്ധതി സംസ്ഥാനത്തിൻ്റെ പാഠ്യപദ്ധതി, സംസ്ഥാനത്തിൻ്റെ PM ശ്രീ അതൊന്നും നടപ്പുള്ള കാര്യമില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മളുടെ ഏതോ സിനിമയിൽ ചോദിച്ച പോലെ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യാ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങളല്ലോ. ഒന്നിലോ PM സ്വീകരിക്കുക, PM ശ്രീ സ്വീകരിക്കുക, അല്ലെങ്കിൽ PM ശ്രീ നിരാകരിക്കുക. ഇത് രണ്ടും ചെയ്യാമല്ലോ. സ്വീകരിക്കാം അല്ലെങ്കിൽ നിരാകരിക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ കോൺഗ്രസ് അഥവാ സതീശൻ മേനോൻ അദ്ദേഹത്തിൻ്റെ നയം സുവ്യക്തമാക്കി കഴിഞ്ഞു. സതീശൻ്റെ നയം PM ശ്രീ നടപ്പാക്കണം. അദ്ദേഹം പറയാതെ പറഞ്ഞു. ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങൾ PM ശ്രീ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പെടും. അതെല്ലാം കണ്ടറിഞ്ഞ സതീശൻ PM ശ്രീക്ക് മുസ്ലിം ലീഗ് ഏൽപ്പിക്കുന്ന മുറിവിൻ്റെ പേരിൽ താൻ അപരാധിയല്ലെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് കേൾക്കാനറിയോ? കേന്ദ്ര ഗവൺമെൻറ് കേൾക്കാൻ. ആര് കേൾക്കാനെന്നറിയോ? സംഘപരിവാർ മോഡി പ്രവൃത്തികൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ PM ശ്രീയുടെ കഴുത്ത് വെട്ടാൻ നിൽക്കുന്നത് ഞാനല്ല. PM ശ്രീ എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള കാര്യത്തിന് മുറിവേൽപ്പിക്കാൻ നിൽക്കുന്നത് ഞാനല്ല. ആ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് സതീശൻ പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് സാരം. PM ശ്രീക്ക് എതിരായിട്ട് നിൽക്കുന്നത് ആരാണ്? PM ശ്രീയുടെ തലവെട്ടാൻ നിൽക്കുന്നത് ആരാണിപ്പോൾ? ലീഗ് മാത്രമാണ്. ഇന്ത്യയിൽ ലീഗ് മാത്രമാണ്. അതിനാൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി അത് പ്രതിപക്ഷമാണ്. അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇവിടെ ഹിന്ദുമതം പാടില്ല എന്ന് മറ്റേ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പറയൂല്ല. നടത്തിപ്പിനെതിരെ ചില ന്യൂനതകൾ അതൊക്കെ അവർ വിളിച്ചു പറയുന്നു മാത്രമേ ഉള്ളൂ. അവരുടെ ഡ്യൂട്ടിയാണല്ലോ. ഏതായാലും ഈ PM ശ്രീയുടെ തലവെട്ടാൻ നിൽക്കുന്ന ലീഗുകാർ പറയുന്ന ന്യായീകരണം എന്താണ്? അത് ഹിന്ദുത്വവൽക്കരണമാണെന്ന്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ ഹിന്ദുക്കളുടെ നാട്ടിൽ, ഈ ഹിന്ദുക്കളുടെ രാജ്യത്തിൽ, ഈ ഹിന്ദുസ്ഥാനത്തിൽ ഹിന്ദുവൽക്കരണമല്ലാതെ എന്താ കോയ? അറബിവൽക്കരണം നടത്താൻ പറ്റൂ? അറബിവൽക്കരണം നടത്താൻ പറ്റൂ? ഒന്നുറപ്പാണ്, PM ശ്രീ ഏറ്റെടുത്തില്ലെങ്കിൽ കേരളം തീർത്തും ഒറ്റപ്പെടും. നമ്മുടെ നോർത്ത് സെൻറ്റിനൽ ദ്വീപ് ഉണ്ടല്ലോ, 10-65,000 വർഷമായിട്ട് ലോകമായിട്ട് ബന്ധമില്ലാത്ത ദ്വീപ്, അതുപോലെയായിട്ട് മാറും. ഒപ്പം മുസ്ലിം ലീഗ് കേന്ദ്രത്തിൻ്റെ നോട്ടപ്പുള്ളിയായിട്ട് മാറും. ഇപ്പം തന്നെ നോട്ടപ്പുള്ളിയാണ്. പിന്നെ സതീശൻ, അയാളിപ്പോൾ 63 കോൺഗ്രസ് മെമ്പർമാരുണ്ടായിട്ടും, കോൺഗ്രസിന് 63 മെമ്പർമാരുണ്ട്, 71 പേരുണ്ട് ഈ ഭരിക്കാം. 63 + 8 ജോസഫ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ. എളുപ്പമായിട്ട് ഈ 22 എണ്ണത്തിനെടുത്ത് പൂച്ചക്കുട്ടികളെ കഴുത്ത് പിടിച്ച് പുറത്ത് കളയുന്ന പോലെ പുറത്ത് കളഞ്ഞാലും സതീശനോട് ഭരിക്കാം. എണ്ണത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പം വരാൻ പോകുന്നില്ല. 71 എണ്ണം, അതിന് കുഴപ്പം വരാൻ പോകുന്നില്ല. കാരണം സതീശൻ്റെ കയ്യിൽ തന്നെ 63 മെമ്പർമാരുമുണ്ട്. സതീശൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സതീശനെ പിടികൂടിയിട്ടുള്ള സതീശനെ നീരാളിപ്പിടുത്തത്തിൽ അമർത്തിയിരിക്കുകയാണ് ലീഗ്. 22 പേര്. സതീശൻ വിചാരിച്ചാൽ ആ ലീഗ് നീരാളികൾ എടുത്തറിയാൻ പറ്റും. സതീശൻ അക്കാര്യം വിചാരിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്.
അതുമാത്രം സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുള്ളത്. അക്കാര്യം ലീഗിൻ്റെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ്റെ അവശിഷ്ടമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഹിന്ദു വിരോധം എത്രത്തോളം ഉയർന്നാലും എത്രത്തോളം ഉയർന്നു പോയാലും നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് അതൊരു പാഠമായിരിക്കും. ജയ് മോഡിജി, ജയ് BJP, ജയ് ശ്രീരാം, ഭാരത് മാതാ കി ജയ്. നമസ്കാരം.